നമസ്കാരം വിപുല. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു 2-3 ഇയേഴ്സ് ഞാൻ കോയമ്പത്തൂർ നഴ്സിംഗ് കോളേജിൽ ഒരു അസിസ്റ്റൻറ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്തു. ഈ അസിസ്റ്റൻറ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്ത സമയത്ത് അന്ന് ഈ മേബിൾ ശിവക്കർ, അതുപോലെ തന്നെ പ്രൊഫസർ ഡോക്ടർ ശിവാമണി, ഡോക്ടർ മറിയം മാത്യൂസ് എന്നൊക്കെ പറഞ്ഞ് വളരെ പ്രമുഖരായിട്ടുള്ള സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലീഡിങ് നഴ്സിംഗ് പേഴ്സണാലിറ്റിയോടുകൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ ചാൻസ് കിട്ടി. എന്നെ ഒരു ടീച്ചറായിട്ട് മോൾഡ് ചെയ്തത് ഇവരൊക്കെ കൂടി ചേർന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ശിഖാമണി അമ്മച്ചിയോട് പറയുമായിരുന്നു, ഞങ്ങൾ അമ്മച്ചീനെ വിളിക്കുന്ന അമ്മച്ചീനോട് പറയും, ഇവിടെ ചില ഇൻസിഡൻസ്, അതായത് സ്റ്റുഡൻസ് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ട് വരും. അപ്പോൾ ചില സമയത്ത് നമ്മൾ അവർ ചുമ്മാ ഒന്ന് വഴക്ക് പറഞ്ഞാൽ മതി, അതല്ലേ ഒന്ന് കണ്ടുപിട്ടി കാണിച്ചാൽ മതി, അല്ലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടും ചെയ്താൽ മതി. അപ്പോൾ അത് ചില സ്റ്റുഡൻസിന് അങ്ങനെയൊക്കെ ചില ബിഹേവിയറുകളുണ്ട്. അങ്ങനെ ബിഹേവിയർ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ പ്രായം അങ്ങനെയാണ്, എല്ലാ കാര്യത്തിലും നമ്മൾ വൈലൻ്റായിട്ട് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞാനവിടെ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത് മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ ഈ പല കാര്യങ്ങളും ചില പിള്ളേരൊക്കെ എസ്പെഷ്യലി ഈ ബഡ്ഡിങ് ടീച്ചേഴ്സ് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതായത് എൻ്റെ കൂടെ ഒരു ബാനു ഉണ്ടായിരുന്നു. ബാനുവിൻ്റെ അടുത്ത് സ്റ്റുഡൻസ് എന്തോ കള്ളത്തരം പറഞ്ഞെന്നും പറഞ്ഞിട്ട് ബാനു ഒരു ദിവസം ഭയങ്കരമായിട്ട് അവിടെ കൊച്ചിൻ ആ സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് പറഞ്ഞു, സാർ എന്താ സ്റ്റുഡൻറ്റിൻ്റെ ഏമാത്തി സാർ എന്നൊക്കെ പറഞ്ഞ് അവിടെ ബഹളം വയ്ക്കുന്നു. അപ്പം ഞാൻ എൻ്റെ ബാനു ഏമാത്തിനും കുഴപ്പം, ഇതൊക്കെ നാച്ചുറലായിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ബിഹേവിയർ എന്നാണ്, ചെറിയൊരു പണിഷ്മെൻറ്റ് കൊടുത്തങ്ങ് വിട് എന്ന് അങ്ങ് പറഞ്ഞ് അവസാനിപ്പിച്ചങ്ങ് വിട്ടു. അങ്ങനെ പല ടീച്ചേഴ്സും കാണിക്കുന്നത് അത് ഞാൻ ഈ തൊട്ട് മുമ്പത്തെ വീഡിയോയ്ക്കകത്ത് ചില നഴ്സിംഗ് കെയർ പ്ലാൻ്റെ ബേസിൽ നടത്തുന്ന പീഡനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കെയർ പ്ലാനൊക്കെ കീറി എറിയുക, കെയർ പ്ലാനൊക്കെ ചവിട്ടിക്കൂട്ടുക, അങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് 2-3 ഇൻസിഡൻസ് ഉണ്ട്. ഞാൻ അതൊന്നും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ഒരു ഹീനസ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾസ് ആയിക്കോട്ടെ. അപ്പോൾ അതിനകത്ത് ഒരു കൊച്ച്, അവിടെ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പം ഞാൻ കോട്ടയത്ത് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ പ്രൊസീജിയർ സൈൻ ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. 6 പ്രൊസീജിയർ ഫസ്റ്റ് ഇയറിൽ കാര്യം കിട്ടണം എന്നൊരു വെപ്പ് വെച്ചിട്ടുണ്ട്. അവരാരും സൈൻ ചെയ്യാനോ, കുറച്ച് പേരൊക്കെ മേടിക്കും, കുറച്ച് പേരൊന്നും മേടിക്കത്തില്ല. അന്നത്തെ കാലത്തൊന്നും അങ്ങനെ സിസ്റ്റമൊന്നും ഇല്ല. ഞാനവിടെ കോയമ്പത്തൂർ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അതായത് ഇപ്പോൾ കുറേ പ്രൊസീജിയർ ബുക്കുണ്ട്, പ്രൊസീജിയർ ബുക്ക് കംപ്ലീറ്റ്, ഇവർക്കൊന്നും പ്രൊസീജിയർ കിട്ടത്തുമില്ല. ഇവർക്ക് സ്വന്തമായിട്ട് ക്ലിനിക്കുമില്ല, ഇവർ വേറെ ഓരോ ഹോസ്പിറ്റലിൽ അലഞ്ഞിറങ്ങിയാണ്, അവർക്കൊന്നും കിട്ടത്തുമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടെല്ലാം ഈ പരീക്ഷയുടെ തൊട്ട് മുമ്പ് ഈ സ്റ്റഡി ലീവിൻ്റെ സമയത്ത് കാണാൻ പിടിച്ച് കേൾപ്പിക്കണം. എൻ്റെ ദൈവമേ, അവർക്ക് ടെൻഷനാണ്. അപ്പോൾ എന്നിട്ട് പറഞ്ഞു ഇവിടെ വന്ന് പറയും, പെട്ടെന്ന് മറന്നു പോകും, പിന്നെയും പുറത്ത് പോകാൻ പറയും, പിന്നെയും പറയും. നമ്മളൊക്കെ കുറച്ചങ്ങ് ഇട്ട് കൊടുക്കും. ഇതൊക്കെ കാണുമ്പോൾ നമ്മളങ്ങ് ഇട്ട് കൊടുക്കും. കുറച്ച് മനുഷ്യപ്പറ്റുള്ള കോട്ടയത്ത് നിന്ന് ഞങ്ങളൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കുകയായിരുന്നു. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഈ തമിഴ്നാട്ടിലെ ചില കോളേജിൽ നിന്നൊക്കെ ചില ഫേമസ് ആയിട്ടുള്ളൊരു കോളേജുണ്ട്, പേരൊന്നും ഞാൻ പറയുന്നില്ല. അവിടെ നിന്നൊക്കെ പറഞ്ഞാൽ ചില ആനിമൽസിനെ പോലെ ബിഹേവ് ചെയ്യുന്ന ചില ടീച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻ്റാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഒരു കുട്ടി ഈ സൈൻ മേടിക്കാനുള്ള പരിപാടിയുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ അവസാന നിമിഷമായി കഴിയുമ്പോഴത്തേക്ക് ഇതുങ്ങൾക്ക് 1-2 ഒക്കെ സൈൻ കിട്ടാതെ പിന്നെ ഇങ്ങനെ വന്നിട്ട് പഠിക്കാനൊന്നും പറ്റത്തില്ല. ഇവർ ഈ സ്റ്റാഫ് റൂമിൻ്റെ വാതിൽക്ക് നിന്നുകൊണ്ട് ഇങ്ങനെ പറയുക. പിന്നെ അപ്പോൾ ടീച്ചേഴ്സ് പെർമിഷൻ കൊടുക്കത്തില്ല, ഇപ്പോൾ എനിക്ക് സമയമില്ല, പിന്നെ വാന്നൊക്കെ പറയും. അങ്ങനെ ഓട്ടം കറങ്ങി ഇവിടെ പഠിക്കണം, ഭയങ്കര പ്രഷറായി അവർക്ക്. ഒന്നാമത് തന്നെ ഈ തലേ ദിവസം ഈ കെയർ പ്ലാൻ്റെ പേഷ്യൻ്റ് എടുത്തുകൊണ്ട് പോയിട്ട് രാത്രി നിങ്ങൾ പോയി ഇരുന്ന് ഈ 2 മണി 3 മണി 4 മണി വരെയൊക്കെ ഇരുന്നാണ് ഈ വരച്ച് കുറിച്ചൊക്കെ ഉണ്ടാക്കി ഈ സെയിം സാധനം തന്നെ ഈ ഇനഫക്റ്റീവ് എയർ ക്ലിയറൻസ്, ഓൾട്ടേഡ് ഹീറ്റിംഗ് പാറ്റേൺ, തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞ് എഴുതിക്കൊണ്ട് വരും. അതെല്ലാം കൂടി കണ്ടുവച്ച് ഇതിനൊന്നും ഈ പ്രോബ്ലം, ഞാൻ ഈ കെയർ പ്ലാൻ എടുക്കുന്ന നീഡും പ്രോബ്ലം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു തൊട്ട് മുമ്പത്തെ വീഡിയോയ്ക്കകത്ത്. അത് നോൺസെൻസാണ്. ഇത് തന്നെ എടുത്ത് അടിച്ച് പൊളിച്ച് കളയേണ്ട സാധനം കഴിഞ്ഞാണ് ഈ നീഡും പ്രോബ്ലം തന്നെ. എന്നിട്ട് ഈ പേഷ്യൻറ്റിന് നീഡും പ്രോബ്ലം ഒക്കെ ഉണ്ടാക്കുക നിങ്ങൾ. അങ്ങനെ നീഡും പ്രോബ്ലം ഒക്കെ ഉണ്ടാക്കി കെയർ പ്ലാൻ എല്ലാം ഈ കൈകൊണ്ട് എഴുതി ഉണ്ടാക്കണം. അങ്ങനെ എഴുതി ഉണ്ടാക്കി 3-4 മണിക്കാണ് കിടന്ന് ഉറങ്ങുന്നത്. അത് കഴിയുമ്പോൾ 6 മണിയാകുമ്പോൾ എഴുന്നേറ്റ് വണ്ടിക്ക് പോകാൻ റെഡിയാവും. എന്നിട്ട് ആ കെയർ പ്ലാനും കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ പറയാം, അത് ഇല്ല, ആ നീഡില്ല, ഈ നീഡില്ല, തേങ്ങയില്ല, മാങ്ങയില്ല എന്നൊക്കെ പറഞ്ഞ് വലിച്ച് കീറി എറിയുന്നൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെയുള്ള അന്ന് ഞാനിത് ജൂനിയർ ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി, എനിക്കത് വലിയ റോളൊന്നുമില്ല, എന്നാലും എനിക്ക് ഒത്തിരി ധാർമ്മികരോഷം തോന്നി ഇങ്ങനെ ചെയ്യുന്ന കണ്ടത്. ഇതൊരു ക്രൂരതയല്ലേ കാണിക്കുന്നത് കുട്ടികളോട് എന്നെനിക്ക് അന്ന് തന്നെ തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ സീനിയർ അൽപീറ്ററോട് ഞാൻ പറയും, എടാ ഇതെന്ത് നടക്കുന്നത്, ഇതെന്ത് ഹൊറിബിളായിട്ടുള്ള സെറ്റപ്പാണെന്ന്. എടാ ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ സീനിയർ അല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ കൈ വയ്ക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞാൽ കള്ള ഒപ്പിട്ടു, അത് ഫ്രോഡ് സൈൻ ഇട്ടു എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് വന്നു. ഒരു ഫ്രോഡ് സൈൻ ഇട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗതി കിട്ടിട്ടിടുന്നതാണ്. അപ്പോൾ ഗതി കിട്ടിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങനെ വാതിക്ക് ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് 2-3 സൈൻ കിട്ടാനുണ്ട്. ഇത് കിട്ടാതെ അവർക്ക് അന്നത്തെ ഈ ടീച്ചേഴ്സ് ആണെങ്കിൽ തട്ടിമുട്ടി നാളെ പോകാം മറ്റന്നാൾ പോകാം, ഇവർക്ക് എക്സാം എഴുതണം, പഠിക്കാൻ പോകണം. അതിൻ്റെ ഇടയ്ക്ക് ഗതി കിട്ടാതെ ആ കൊച്ചൻ കണ്ടിട്ടത് അത്. അപ്പോൾ അത് കണ്ടുപിടിച്ചു അവസാനം അത് തന്നെ ഞാൻ പറഞ്ഞത് ഇട്ടതാണെന്ന് പറഞ്ഞ് സൈൻ ചെയ്തു. അപ്പം
ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് എനിക്ക് തോന്നുന്നു ഏഞ്ചൽ എന്നാണെന്ന് എനിക്ക് തോന്നുന്നു ഫാക്കൽറ്റിയുടെ പേര്. ഉടനെ തന്നെ അത് കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചിട്ട് ആ സൈൻ കട്ട് ചെയ്തു. അപ്പോൾ തൊട്ടപ്പുറം ഇരുന്ന വേറൊരു ഫാക്കൽറ്റി എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പേര് മെൻഷൻ ചെയ്യുന്നില്ല, ആ ഫാക്കൽറ്റി ആ പുള്ളിക്കാരി, നീ ഇത്ര ഇത് ഫ്രോഡ് സൈൻ നീ ഇട്ടിട്ടുണ്ടോ, തമിഴിലാണ് പറയുന്നത്, എന്നിട്ട് പറഞ്ഞിട്ട് ബാക്കിയും കൂടെ എല്ലാം അവളിട്ട സൈൻ എല്ലാം വെട്ടിക്കളഞ്ഞു, നിങ്ങൾ എക്സാം എഴുതണ്ടെന്ന് പറഞ്ഞു. ശരിക്കും എനിക്കൊരു വിഷമം തോന്നി. കാരണം അതൊരു ഒരു സൈൻ ഇട്ടു, ദാറ്റ്സ് ഓക്കെ, അത് പണിഷ് ചെയ്യട്ടെ. പക്ഷെ എല്ലാ സൈൻ എന്തിനാണ് പണിഷ് ചെയ്യുന്നത്? അത് ഒരു ഇൻഹ്യൂമൻ ആയിട്ടുള്ള ഒരു പണിഷ്മെന്റ് ഇല്ല. കാരണം ഈ കുട്ടികളൊക്കെ ഒരു നഴ്സായിട്ട് മനുഷ്യരോട് വർക്ക് ചെയ്യാൻ പോകുന്നില്ല. അതിനൊക്കെ ഒരു പോസിറ്റീവ് വൈബോട് കൂടിയല്ലേ അവർ ഈ പ്രൊഫഷനിലോട്ട് കയറേണ്ടത്. ഇങ്ങനെ നെഗറ്റീവായിട്ടാണ് അവർ ഈ പിള്ളേരൊക്കെ ഈ ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. അതൊന്നും ഇവർ ചിന്തിക്കുന്നില്ല. കാരണം ഇവർ ക്ലിനിക്ക് വർക്ക് ചെയ്തിട്ടില്ല, അവിടെ എന്താ നടക്കുന്നത് ഇവർക്ക് അറിയത്തുമില്ല. ഇവർക്ക് ഈ പുസ്തകത്തിലെ സാധനം മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്നിട്ട് എൻ്റെ അനിൽപീറ്റിനോട് എന്ന് പറഞ്ഞു, എടാ നീ ഇത് കണ്ടോ, ഇങ്ങനെ ഇത് കണ്ടോ, ഇതൊരു ഹോറിബിൾ സെറ്റപ്പാന്ന് പറഞ്ഞ് അനിൽപീറ്റ് ആ രണ്ടാമത്തെ ഫാക്കൽറ്റീനെ വിളിച്ചിട്ട് ആ സൈൻ തിരിച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ തിരിച്ചിട്ട് കൊടുത്തു. ഈ ഒരു സംഭവം എൻ്റെ മനസ്സിൽ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ വേറൊരു ഇൻസിഡൻറ്റ് ഞാൻ പറയാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളവിടെ തിരുപ്പൂർ ഹെഡ് ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലാണ് ഞങ്ങളുടെ പോസ്റ്റിങ്ങിന് പോകുന്നത്. അപ്പോൾ ഈ തിരുപ്പൂർ ഹെഡ് ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിൽ ഇപ്പോഴും പിള്ളേരെ കൊണ്ട് പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ പോകുന്ന സമയത്ത് എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അൺയൂഷ്വലായിട്ട് ഇൻസിഡൻറ്റ്. അപ്പം ഞങ്ങളവിടെ കഴിക്കാനായിട്ട് വരും. അപ്പോൾ അവിടെ തിരുപ്പൂരിലെ ചേരലിലെ പിള്ളേർ ഇവിടെ കഴിക്കാൻ വരുന്നു. ചേരലിലെ രാജസ്ഥാനി പിള്ളേരുണ്ട്, അവരിവിടെ കഴിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കഴിക്കാനിവിടെ വന്നപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പം അവർ ഫാക്കൽറ്റി മെമ്പേഴ്സൊക്കെ കഴിക്കാൻ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫാക്കൽറ്റിക്ക് കഴിക്കാനായിട്ടൊരു സ്ഥലമുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ഒരു CMC വെല്ലൂർ പഠിച്ച, CMC എന്ന് പറഞ്ഞ സംഭവം തന്നെ അറിയാമല്ലോ, അതൊരു എസ്റ്റാബ്ലിഷ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ പഠിച്ച ഒരു മേരി ഗോംസ് ഉണ്ട്. അപ്പം മേരി ഗോംസ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. 25 വർഷത്തോളം മുമ്പുള്ള കഥയത്. മേരി ഗോംസ് ഉണ്ട്. അപ്പോൾ ഈ മേരി ഗോംസ് അവിടെ നിൽക്കുന്ന സമയത്ത് ബാക്കിയുള്ള ടീച്ചേഴ്സ് എല്ലാം ഞങ്ങളെപ്പോലുള്ള ഫാക്കൽറ്റി എല്ലാം ചെറിയ പിള്ളേരാണ്, ജസ്റ്റ് പാസ് ഔട്ടുകാരാണ്. ഞാനൊക്കെ ജസ്റ്റ് പാസ് ഔട്ട് അവിടെ ചെന്നു, 22-23 വയസ്സേ ഉള്ളൂ. അവിടെ ചെന്നാൽ ബാക്കി എല്ലാവരും അങ്ങനെ തന്നെ. അപ്പോൾ ഇവർ മാത്രം ഒരു 10-50 വയസ്സുള്ള ഒരു അമ്മച്ചിയാണ്. പക്ഷേ BSc MSc ഒന്നും അല്ല. പുള്ളി മലയാളിയാണെന്ന് അവർ പറയുന്നത്. പക്ഷെ മലയാളം അവർക്ക് അറിയാം. ഇത് നാഗർകോവിലും കണ്ടാണ് താമസിക്കുന്നത്. കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല, സോറി. അപ്പം ഈ പുള്ളിക്കാരി അവിടുത്തെ ലീഡ്. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഫാക്കൽറ്റി റൂമല്ല, അവിടെ ഒരു കോമൺ മുകളിലൊരു ഹാള്. ഈ തിരുപ്പൂർ ഹെഡ് ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ തിരുപ്പൂർ എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂരിൽ നിന്ന് ഒരു 10-50-80 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരു തുണി എസ്റ്റാബ്ലിഷ്മെൻറ്റ് സ്ഥലമാണ് ഈ തിരുപ്പൂർ. അവിടുത്തെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. വെറും പാവങ്ങൾ, കഞ്ഞി കുടിക്കാൻ പോലും കാശില്ലാത്ത വെറും പാവങ്ങൾ അവിടെ വരുന്നത്. അവിടെ അവിടെ ഡോക്ടേഴ്സ് എല്ലാം ഉള്ള ഒരു പ്രത്യേക സെറ്റപ്പാണ് അവിടെ. അപ്പോൾ അവിടുത്തെ ഒരു 4th ഫ്ലോർ, 3rd ഫ്ലോർ 4th ഫ്ലോറിൻ്റെ മുകളിൽ ഒരു കോമൺ ഹാളുണ്ട്. അവിടെ വെച്ചാണ് ഈ 1-2 മേശ കിടപ്പുണ്ട്. അവിടെ ഈ ഗസ്റ്റായിട്ട് വരുന്ന ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒക്കെ അടിഞ്ഞു കൂടുന്നത്. സ്റ്റുഡൻസ് എല്ലാം നിലത്തിരുന്ന് കഴിക്കും, ടീച്ചേഴ്സ് ഇവിടെ ഇരുന്ന് കഴിക്കും. അപ്പോൾ ഞാൻ കഴിക്കാനായിട്ട് അവിടെ ഇരുന്നപ്പോൾ സമയത്ത് എന്ത് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇരുന്ന ടേബിളിൻ്റെ അവിടെ സ്വപ്ന ഐ ലവ് യു എന്ന് എഴുതി വെച്ചിരിക്കുന്നു, പേന വെച്ചിട്ട്. അപ്പം എനിക്ക് വേണമെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ ഞാനത് മൈൻഡ് ചെയ്യാതെ പോകുമായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, എൻ്റെ ആ ചെറിയ പ്രായത്തിൻ്റെ ഒരു എന്തോസിയാസിൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അവിടെ എല്ലാവരോടും പറഞ്ഞു, ഈ മേരി കോംസിനോട് പറഞ്ഞു. അപ്പോൾ ഈ മേരി കോംസ് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, മേരി കോംസ് ഉടനെ തന്നെ ഈ പർട്ടിക്കുലറായിട്ടുള്ള എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്വപ്നമാരെയും വിളിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് കൊണ്ടാണ് വന്നിരിക്കുന്നത്, ഹോംസ് തേർഡ് ഇയറേ ഉണ്ട്. അപ്പം ഫസ്റ്റ് ഇയർ കൊണ്ടുവന്ന പിള്ളേരൊക്കെ ഉണ്ട്, ഫാക്കൽറ്റി ഉണ്ട്. അവരെല്ലാം വിളിപ്പിച്ചപ്പം ഈ സെക്കൻഡ് ഇയറിലുള്ള ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേരാണ് ഈ സ്വപ്ന. അപ്പോൾ എല്ലാ സ്വപ്നമാരെയും വിളിപ്പിച്ച് വരുത്തി ക്വസ്റ്റ്യൻ ചെയ്തപ്പം ഈ സ്വപ്നയാണ്. അപ്പോൾ ഒരു രാജസ്ഥാനി സ്റ്റുഡൻറ്റ് ഇതിനെന്തോ ശല്യം ചെയ്തപ്പോൾ ആ സ്റ്റുഡൻറ്റ് അവനാണ് രാജസ്ഥാനിക്കാരനാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഈ രാജസ്ഥാനി സ്റ്റുഡൻറ്റ് ഞങ്ങളുടെ കോളേജിലുള്ളതല്ല, ചേരൻ കോളേജിലുള്ള ആ എഴുതി വെച്ചിരിക്കുന്നു പറയുന്നു. എന്നിട്ട് സ്വപ്നയ്ക്ക് അതിന് യാതൊരു മനസ്സറിവുമില്ല. പക്ഷേ ഈ ഗോംസ് വളരെ നീചമായിട്ട് സ്വപ്നനെ അധിക്ഷേപിച്ചുകൊണ്ടൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ അറിഞ്ഞു വിട്ട് കഴിഞ്ഞിട്ട് ഞാനത് കഴിഞ്ഞ് വാർഡിൽ സൂപ്പർവിഷൻ. അപ്പോൾ ഈ കൊച്ചിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞ് പുള്ളിക്ക് എനിക്ക് മനസ്സിലൊന്നുമില്ല, സാറ് എന്നെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറയാം. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു പ്രിൻസിപ്പളിനോട് പറയാം. അപ്പോൾ ഈ പ്രിൻസിപ്പളുമായിട്ട് അന്ന് ഈ നേബിൾ സൂപ്പറുമായിട്ട് ഞാനന്ന് ഭയങ്കര കൂട്ടാണ്. അതുപോലെ തന്നെ ഈ മെഡ് സർജൻ്റെ HOD മീനാക്ഷി രഘുനാഥനുമായിട്ടൊക്കെ ഭയങ്കര കൂട്ടാണ്. അവർക്കെന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ പുള്ളിക്ക് അഷുറൻസ് കൊടുത്തിട്ട് ഞാൻ കഴിഞ്ഞ് വൈകുന്നേരം കോളേജിൽ ചെന്നപ്പോഴത്തേക്കും ഗോംസ് ഓൾറെഡി ഈ കാര്യങ്ങളെല്ലാം പ്രിൻസിപ്പളിൻ്റെ അടുത്ത് വിളിച്ച് പറയുകയും അത് പിന്നെ പേരൻസിനെയൊക്കെ വിളിച്ച് അറിയിക്കുകയെല്ലാം ചെയ്തു. സംഭവം എല്ലാം പിടിവിട്ട അവസ്ഥയായി. നമുക്കവിടെ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാത്ത അവസ്ഥയായി. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ വിളിച്ച് പണിഷ് ചെയ്തു, എന്തോ ഇവരെ പണിഷ്മെൻ്റൊക്കെ നടത്തി. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി എന്നിട്ട് ഹോസ്റ്റലിലൊക്കെ ഒറ്റപ്പെടുത്തി.
അത് കഴിഞ്ഞ് ഈ കുട്ടി ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിപ്പോയി, പിന്നെ കാണാതായെന്ന് പറഞ്ഞ് ഇഷ്യൂ വന്നു. അതിനിടയ്ക്ക് വേറൊരു ഇൻസിഡൻറ്റ് ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ രാജസ്ഥാനി പയ്യനുണ്ടല്ലോ, അവനൊരു ബ്ലേഡ് വെച്ച് കൈ കംപ്ലീറ്റ് കത്തി കൊണ്ട് മുറിച്ച് ഇങ്ങനെ, അവൻ്റെ കൈ കാരണമാണല്ലോ ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതെന്നും പറഞ്ഞ് അവൻ്റെ കൈ വെച്ച് മുറിച്ച് അവിടെ കൊണ്ട് ഈ തിരുപ്പൂർ കൊണ്ട് അഡ്മിറ്റായി. അതും പിള്ളേർക്ക് ഈ പാണന്മാർ പാടി നടക്കുന്ന പോലെ കഥ പറയാനായിട്ടുള്ള തോന്നൽ. അപ്പോൾ ഈ കൊച്ചൻ ടോട്ടലി ഡെവസ്റ്റേറ്റഡായി. എന്നിട്ട് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഈ കൊച്ചിനെ സസ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു. എന്തിനാണെന്ന് കഥയൊന്നും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. സസ്പെൻഡ് ചെയ്യണം, ഇറങ്ങിപ്പോയത് കൊണ്ടാണ് സസ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു വന്നു. പിന്നെ അതിനെ സസ്പെൻഡ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അഡീഷണൽ ബാച്ചായി മാറിയത്. അങ്ങനെ ആ കൊച്ച് എൻ്റെ സ്റ്റോറി അതങ്ങനെ അതിനെ പണിഷ് ചെയ്ത് തന്നെ ഇതാക്കി. അപ്പോൾ എനിക്ക് ഒത്തിരി കുറ്റബോധമുണ്ട്. കാരണം എനിക്ക് പല സ്റ്റേജിലും ഈ സംഭവം തടയാമായിരുന്നു. പക്ഷെ ഞാനതൊന്നും ചെയ്തില്ല. എക്സാമ്പിൾ, എൻ്റെ ടേബിളിൽ അത് എഴുതി വെച്ചിരുന്ന എനിക്കത് അവോയ്ഡ് ചെയ്ത് വിടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനത് ഹോംസിനോട് പറഞ്ഞപ്പോൾ ഞാൻ ഹോംസിനോട് പറയായിരുന്നു, മാഡം അത് വിട്ടേക്കാൻ പറയാമായിരുന്നു. അത് ഞാൻ ചെയ്തില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വാർഡിൽ ചെന്നപ്പോൾ ഞാൻ ഇങ്ങനെ അഷുറൻസ് കൊടുത്തു. എന്നിട്ട് എനിക്ക് ആ പ്രിൻസിപ്പളിൻ്റെ സംഭവം പിടിവിട്ട് പോയെങ്കിൽ എനിക്കിന്ന് പറയാമായിരുന്നു, എന്നിട്ട് ഇങ്ങനെ സംഭവം ഇല്ല എന്ന് പറയാമായിരുന്നു. അതൊന്നും ഞാൻ ചെയ്തില്ല. അപ്പോൾ ഞാൻ ആലോചിച്ച്, ഞാനൊരു ഇമ്മച്വർ ആയിട്ടുള്ള ഒരു 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 ഫാക്കൽറ്റിയാണ്. അത് എൻ്റെ ഒരു ഇമ്മച്യൂരിറ്റിക്കാണ്. 23 വയസ്സം കണ്ടേ എനിക്കുള്ളൂ. അന്ന് അങ്ങനെ ചെയ്തു വെച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് കുറ്റബോധമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാനത് കഴിഞ്ഞ് കുട്ടി പുറത്തായി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് വന്നതൊക്കെ പറയുന്നു. 6 മാസം കഴിഞ്ഞിട്ട് അഡീഷണൽ ബാച്ചായിട്ട് കയറുകയൊക്കെ ചെയ്തു. പിന്നെ ഇത് കഴിഞ്ഞ് വേറൊരു സംഭവം ഉണ്ടായി. അപ്പോൾ ഇതെൻ്റെ മനസ്സിലുണ്ട് ഈ പോയിന്റ്. ഈ ലെസൺസ് ഞാൻ ലേൺ ചെയ്തു. ഈ ലെസൺ എൻ്റെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറെ ഒരു സ്റ്റുഡൻറ്റിനെ ഇതുപോലെ തന്നെ, അപ്പം അന്ന് ഞങ്ങൾക്ക് അനാട്ടമി ഒന്നുമില്ല. അനാട്ടമി ഫിസിയോളജി അങ്ങനെയുള്ള ഫാക്കൽറ്റി ഒന്നുമില്ല. അന്ന് RVS സ്വന്തമായിട്ട് ഹോസ്പിറ്റലൊന്നും ഇല്ലായിരുന്നു. അന്ന് ഈ RVS ഹോസ്പിറ്റൽ ഇല്ലാത്ത കോളേജാണ്. ഈ തിരുപ്പൂരാണ് കൊണ്ട് പിള്ളേരുള്ളത്. തിരുപ്പൂർ അവിടെ ഇവിടെ കൊണ്ട് വിടുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് റിട്ടയറായിട്ടുള്ള ഒരു സീനിയർ പ്രൊഫസർ, അവർക്കൊരു കണ്ണും ചെവിയൊന്നും കാണാൻ പറ്റാത്ത 10-70 വയസ്സായ ഒരു പ്രൊഫസറാണ്. അവർ ഈ നഴ്സിംഗ് കോളേജ് വഴി വന്ന് ക്ലാസ് എടുക്കുക, അനാട്ടമി ക്ലാസ് എടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പം അവർക്ക് ക്ലാസ് എടുക്കാൻ വരുമ്പം അവർ വേറെ ഒരു ഫാക്കൽറ്റി ഒരു ഡ്യൂട്ടിക്ക് അവിടെ ഇരിക്കും. അപ്പം ഞാൻ അന്ന് ഈ ബാച്ചിലറാണ്. വീട്ടിലേക്ക് വല്ലപ്പോഴും പോകാറുള്ളൂ, മാസത്തിലൊക്കെ പോകാറുള്ളൂ. അതുകൊണ്ട് എനിക്ക് സൺഡേ സാറ്റർഡേ അവർ വരുന്നത്. ഇത് പിള്ളേരെ കൊണ്ടുപോയി കണ്ടിന്യൂസ് ആയിട്ട് 4-5 മണിക്കൂർ വൈകുന്നേരം വരെ ക്ലാസ് എടുക്കും. പണ്ട് ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു കുട്ടി, അപ്പം ഞാനത് ഫാക്കൽറ്റി റൂമിലുണ്ട്, അന്ന് ഡ്യൂട്ടി എനിക്കാണ്. അപ്പം ഈ കുട്ടീനെ ഈ അനാട്ടമി പ്രൊഫസർ പുറത്തിറങ്ങി വന്നിട്ട് സ്റ്റാഫ് റൂം വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ കുട്ടി തമിഴിലെന്ത് പറയുന്നത് ക്ലാസ് ഇരുന്നത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ ഇറക്കി വിടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതിനെ കൊച്ചിനെ പുറത്തേക്ക് ഇറക്കി വിട്ടു. എന്നിട്ട് പുറത്തിറക്കി നിർത്തി ഇങ്ങോട്ട് റൂമിലിട്ട് വിളിച്ചു വരുത്തി. റൂമിലിട്ട് വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അതൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞ് തർക്കിക്കുക. അപ്പോൾ അതിൻ്റെ തർക്കവും അതിൻ്റെ തണ്ടും അതിൻ്റെ ഇത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അതിനെ പണിഷ് ചെയ്യണമെന്ന് തോന്നി. എന്നിട്ട് ഞാൻ ക്ഷമിച്ചിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ തൽക്കാലം ഇതിനകത്ത് കയറിക്കാൻ ഞാൻ മനസ്സിൽ അനങ്ങാതെ പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി, ഞാൻ വിട്ടേക്കാമെന്ന് പറഞ്ഞ് അകത്ത് കയറ്റി വെച്ചു. പിന്നെയും പ്രശ്നം ഉണ്ടാക്കി. പിന്നെയും അവൾക്ക് ബഹളം വെച്ചെന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങോട്ട് തിരിയുമ്പം ഇവിടെ എന്തോ കാക്കരി കാണിച്ചെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പറയുന്നത്. പിന്നെ ഞാൻ പുറത്തിറക്കി വിട്ടു. പിന്നെയും പുറത്തിറക്കി വിട്ട് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് അവരുടെ അടുത്ത് കംപ്ലയിൻറ്റ് വാങ്ങി, ഫോർമലായിട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യണം പ്രിൻസിപ്പളിൻ്റെ അടുത്ത്. അപ്പം ഈ ഫാക്കൽറ്റി എന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങളുടെ കണ്ണയ്യൻ സാറ് കൊണ്ടുവരുന്ന ഒരു ഒത്തിരി കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണ് ഈ ഫാക്കൽറ്റീനെ, ഈ അനാട്ടമി പ്രൊഫസറെ, റിട്ടയർഡ് പ്രൊഫസറെ. അപ്പോൾ അവരൊക്കെ ഒരു VIP ആയിട്ടാണ് ഈ കോളേജ് കൂട്ടിയിരിക്കുന്നത്. അവരൊരു കംപ്ലയിൻ്റ് ഒക്കെ റേസ് ചെയ്തിട്ട് ഡെഫിനറ്റായിട്ട് അവരെ സസ്പെൻഡ് ചെയ്യുകയോ പണിഷ് ചെയ്യുകയോ ഡിസ്മിസ് ചെയ്യുകയോ ഡീവാർ ചെയ്യുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ അത് പക്ഷേ എനിക്കിത് പഴയ ഒരു ഓർമ്മ എൻ്റെ ഉള്ളതുകൊണ്ട് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു, നീ തൽക്കാലം പുറത്തിറങ്ങി സ്റ്റാഫ് റൂമിൻ്റെ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ ക്ലാസ് കഴിയുന്നവരെ സ്റ്റാഫ് റൂമിൻ്റെ അവിടെ ഇരുത്തിയിട്ട് ക്ലാസ് കഴിഞ്ഞ് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് അവരോട് ഞാൻ പറഞ്ഞു, മാഡം ഞാനത് മാനേജ് ചെയ്തോളാം, പ്രശ്നമില്ലാന്ന് പറഞ്ഞു സംഭവം ഒഴിവാക്കി വിട്ടു. എന്നിട്ട് അവളോട് ഞാൻ പറഞ്ഞു, ഇത് നിനക്കൊരു ഒരു എക്സ്ക്യൂസായിട്ട് ഞാൻ തരുവാണ്. കാരണം നിന്നെ ഇപ്പോൾ പിടിച്ച് ഞാൻ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെ കരിയർ തന്നെ പോയി കിട്ടും. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. കാരണം അത് എനിക്ക് എൻ്റെ കരിയർ കളയാൻ താല്പര്യമില്ല. കാരണം പിള്ളേരാളുടെ സ്വഭാവമാണ്, ചിലപ്പോൾ തിരിച്ച് ബഹളം വയ്ക്കുകയോ അനങ്ങാതിരിക്കുകയോ ഒക്കെ ചെയ്യും. പക്ഷെ അപ്പം എനിക്ക് ആ പഴയ സിയാമണിയം വെച്ച് പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വന്നു. പറഞ്ഞ് ആവശ്യമുണ്ടെങ്കിൽ നിന്ന് കണ്ണടച്ച് കാണിക്കുക, അല്ലെങ്കിൽ കണ്ണിറുക്കി വിടുക. ചിലപ്പോൾ കണ്ണടച്ച് വിട്ടാൽ മതി, അല്ലെങ്കിൽ ഒന്ന് ഇച്ചിരി ബഹളം വയ്ക്കുക, ചെറുതായിട്ടൊന്ന് ചീത്ത പറയുക, അല്ലെങ്കിൽ വഴക്ക് പറയുക, അത്രയൊക്കെ മതി. അതിൻ്റെ അപ്പുറത്തൊന്നും ഹ്യൂജായിട്ടുള്ള പണിഷ്മെൻറ്റിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇതൊക്കെ പിള്ളേരുടെ ബിഹേവിയറാണ് എന്ന സിയാമണി അമ്മച്ചിയുടെ പോയിൻ്റ് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. അപ്പോൾ അങ്ങനെ ഓർമ്മ വന്നിട്ട് ആ സംഭവമാണ് ഞാൻ ഇന്നത്തെ ഒരു ഇൻസിഡൻറ്റിൽ പറയാൻ പറ്റുന്നത്. ഒത്തിരി ലെസൺസാണ്. പുതുതായിട്ട് ബഡ്ഡിങ് ടീച്ചേഴ്സ്, ഞാൻ കങ്ങഴ TFLC വർക്ക് ചെയ്യുന്ന സമയത്ത് ചില ടീച്ചേഴ്സ് കിടക്കുന്നത് ഭയങ്കരമായിട്ട്, എസ്പെഷ്യലി ഈ മുട്ടയിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് ഞങ്ങൾ വിളിക്കുന്നതിന്. ഈ കുഞ്ഞുങ്ങൾ കിടക്കുന്നത് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അതായത് അവർ വിചാരിക്കുന്ന എന്തോ ഭയങ്കര അധികാരം കിട്ടിയതുകൊണ്ട് പിള്ളേരുടെ മുകളിൽ കുതിര കയറി. കേപ്ലാൻ്റെ റീസണിൽ അതാ ചെയ്യുന്നത്.
ഒത്തിരി ഫാക്കൽറ്റികൾ കുതിര കയറുക, പലരെയും നിയന്ത്രിക്കുക പോലും ചെയ്യുന്നില്ല. അവർ എന്താ നടക്കുന്നത് പോലും പല സീനിയർ ഫാക്കൽറ്റികൾ നോക്കുന്നില്ല, തിരിച്ചറിയുന്നില്ല. അത് കുതിര കയറി അവരെ അവരെ എന്തുവാണ് ഈ പ്രൊഫഷൻ വെറുത്തോണ്ടായി പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരാണ് അവിടെ ചെന്നിട്ട് ഈ പേഷ്യൻസിനെ അടുത്തിട്ട് എമ്പതറ്റിക്കലായിട്ട്, അവർ പറയുന്ന എമ്പതി വേണം, എമ്പതറ്റിക്കലായിട്ട് ആൾക്കൊന്നും ബിഹേവ് ചെയ്യാനായിട്ട് കാരണം അവരുടെ മനസ്സ് കട്ടിയായിപ്പോയി, ഹാർഡായിപ്പോയി. അതായത് അവർക്കൊരു ബ്യൂട്ടിഫുൾ മെമ്മറീസ് കൊടുക്കേണ്ടത് ടീച്ചേഴ്സിൻ്റെ ഫാക്കൽറ്റികളുടെയും അവരുടെയും ഒരു റോളാണ്. അവർക്കിത് അറിയത്തില്ല, കാരണം അവർ പേഷ്യനെ കാണുന്നില്ല, അവർക്ക് പേഷ്യൻ്റ് എന്നാ സംഭവിക്കുന്നതൊക്കെ അറിയത്തില്ല. അങ്ങനെയുള്ള സംഭവത്തിൻ്റെ അവർ പി ജി വർക്ക് ചെയ്തിട്ടില്ല, അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അവരെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ പണിഷ് ചെയ്ത് ഇറക്കി വിടുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ ഈ പറഞ്ഞു വന്ന സ്റ്റോറിയിൽ തൊട്ട് മുമ്പത്തെ സ്റ്റോറി ആയിട്ടുള്ള കെയർ പ്ലാൻ നമ്മൾ കാണാൻ പിടിക്കേണ്ട ഒരു കാര്യമില്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിച്ചാൽ മതി. കാരണം കെയർ പ്ലാൻ അവർ ഓരോ രാജ്യത്തിനും ഓരോ രീതിയിലുള്ള കെയർ പ്ലാനാണ് അവർ പഠിപ്പിച്ച് തരും. മാത്രമല്ല അത് നമ്മൾ എഴുതേണ്ട, അത് വിൻഡോസെ കിടപ്പുണ്ട്, ക്ലിക്ക് ചെയ്തെടുത്താൽ മതി. അതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അല്ലാതെ ഇതിൻ്റെ അകത്ത് കാണാൻ പിടിച്ച് എഴുതി ഇവിടെ ഒന്നും ചെയ്യാനില്ല, ഒന്നും നേടാനുമില്ല. കാരണം ഓരോ രാജ്യത്തിനും ഓരോ ബേസ്ഡ് ആയിട്ടുള്ള കെയർ പ്ലാൻ അല്ല. അതായത് ഇവർ പറയുന്ന അമേരിക്കയുടെ നഴ്സിംഗ് ഡയഗ്നോസിസ് വേറെ പല രാജ്യങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ BLS, അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ BLS യൂറോപ്യൻ യൂണിയനോ അതല്ലെങ്കിൽ UK അതല്ലെങ്കിൽ ഓസ്ട്രേലിയയോ ന്യൂസിലൻഡോ ഒന്നും അംഗീകരിക്കത്തില്ല. അതുപോലെ തന്നെ ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളൊന്നും അംഗീകരിക്കത്തില്ല. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ BLSും പിടിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തേർഡ് വേൾഡ് കൺട്രീസും പിന്നെ അമേരിക്ക മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു രജിസ്ട്രേഷൻ പ്രോട്ടോക്കോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിനാ അമേരിക്കയുടെ പുറകെ പോകുന്നത്? എനിക്ക് സ്വന്തമായിട്ടൊരു സാധനം ഉണ്ടെങ്കിൽ എനിക്ക് വല്ലവൻ്റെ പുറകെ പോകേണ്ട ആവശ്യമുണ്ടോ? ഒരുത്തൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. എനിക്ക് സ്വന്തമായിട്ടുണ്ടെന്നേ ഞാനത് ആക്കുവാന്നേ. ഓസ്ട്രേലിയയ്ക്ക് ന്യൂസിലൻഡിനൊക്കെ സ്വന്തം പ്രോട്ടോക്കോൾസാണ്. അതുപോലെ UKക്ക് സ്വന്തം പ്രോട്ടോക്കോളാണ്, യൂറോപ്യൻ യൂണിയൻ സ്വന്തം പ്രോട്ടോക്കോളാണ്, യൂറോപ്പിലെ പിന്നെ അതുപോലെ തന്നെ റഷ്യ, ചൈന, കിഴക്കൻ യൂറോപ്യൻ രാജ്യത്തിലെ സ്വന്തം പ്രോട്ടോക്കോളാണ് അവർ ഫോളോ ചെയ്യുന്നത്. അല്ലാതെ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ കംപ്രഷൻ വെന്റിലേഷനൊക്കെ ഏകദേശം ഒരുപോലെയാണ് പോകുന്നത്, പക്ഷേ സ്റ്റെപ്സിനകത്തൊക്കെ വ്യത്യാസമാണ്. അപ്പോൾ അങ്ങനെ വ്യത്യാസമുള്ളപ്പോൾ നമ്മൾ ഓരോ രാജ്യത്തിന് പഠിച്ചിട്ട് അമേരിക്കയുടെ കെയർ പ്ലാൻ പഠിച്ചിട്ട് വേറെ എല്ലാ രാജ്യത്തും ഇത് ആപ്ലിക്കബിൾ ആണെന്നാണ് ഈ കിണറ്റിലെ തവളകളെ പോലെ ഇരിക്കുന്ന ആൾക്കാർ ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ അതല്ല. അവർ പഠിപ്പിച്ചു തരും കെയർ പ്ലാൻ എന്തെന്ന്, നമ്മളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഗ്രോണിയ പറഞ്ഞ ആ വാക്യവാക്യം ഉണ്ടല്ലോ, വാട്ട് എവർ യു ഹാവ് ലേൺഡ് ആൻഡ് പ്രാക്ടീസ് ഇൻ യുവർ പാസ്റ്റ് ഈസ് നോട്ട് അക്സെപ്റ്റഡ് ഫോർ us. വി വിൽ ട്രെയിൻ യു വെൻ യു റീച്ച് എ ലെവൽ ഐ വിൽ സെൻഡ് യു ടു ബെഡ് സൈഡ് എന്നാണ് ഗ്രോണിയ എൻ്റെ അടുത്ത് പറഞ്ഞത്. എൻ്റെ ഫെസിലിറ്റേറ്റർ ഗ്രോണിയ. അവരെന്നെ ഞാനിവിടെ ആദ്യമായിട്ട് ചെന്ന സമയത്ത് എന്നെ അവിടെ സ്റ്റാൻഡ് പിടിക്കാനായിട്ട് എന്നെ കാലെ നിൽക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു വെള്ളക്കാരിയാണ് ഗ്രോണിയ ലാങ്കൻ. ഇപ്പോഴും ഞാൻ ലോണിയായിട്ട് എനിക്ക് കോൺടാക്റ്റ് ഉണ്ട്, ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞത് അത് നമ്മൾ പഠിച്ചത് നല്ല അവിടെ ചെയ്യേണ്ടത്. അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു കൊടുക്കണം, അവർ പഠിപ്പിച്ചു തരും. നിങ്ങൾക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മാത്രം, ഒരു ബേസിക് ഇൻഫർമേഷൻ മാത്രം മതി. അതാണ് ആ സിസ്റ്റം. അപ്പോൾ അതിന് വേണ്ടി പഠിക്കുക. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞു വന്ന ലെസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കുട്ടികളെ കുറച്ച് മിസ്റ്റീവിയസ് ഒക്കെ ആയിരിക്കും, പക്ഷെ അവരെ നമ്മൾ ഒരു ലിമിറ്റിനപ്പുറത്ത് പണിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നിൻ്റെ പേരിൽ പണിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ ഹാപ്പി ആയിട്ട് പഠിക്കട്ടെ. ലെറ്റ് ദം കം ഔട്ട് വിത്ത് ഹാപ്പി ഗേൾസ്. ഹാപ്പി ആയിട്ട് ഇറങ്ങി വരട്ടെ. അപ്പോൾ അവർക്ക് ഒരു ബബിളി ആയിട്ട് പേഷ്യൻ്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്തിട്ട് പേഷ്യൻറ്റിനെ കെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് മാത്രമേ ഒരു പേഷ്യൻ്റെ വേദന എടുക്കുന്ന പേഷ്യൻറ്റിനെ അവർക്ക് ഹീൽ ചെയ്യാൻ പറ്റും. അല്ലാതെ ഈ കട്ടി മനസ്സുമായിട്ട്, അതായത് പണിഷ് ചെയ്ത് ഇറങ്ങി വരുന്ന പിള്ളേർക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് കട്ടി മനസ്സാണ്, അവരുടെ മനസ്സ് കരിങ്കല്ലായിപ്പോയി. അവർക്കൊരു ആൾക്കാരുടെ ഒരു എമ്പതറ്റിക്കലായിട്ട് ബിഹേവ് ചെയ്യാനോ സംസാരിക്കാനോ ഇൻട്രാക്ട് ചെയ്യാനോ തിരിക്കാനോ പോലും അവർക്കറിയില്ല. അങ്ങനെയുള്ള അവസ്ഥയായിരിക്കും. അപ്പോൾ കാര്യം ഇതൊക്കെ എക്സ്പേർട്സൊക്കെ കാണട്ടെ, ചേഞ്ചസ് വരട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. താങ്ക് യു വെരി മച്ച്.